ഹലോ അസ്സലാം വലൈക്കും. എടാ, അറബി +2 പരീക്ഷയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഗ്രാമർ പാർട്ടാണ്. ഫാഇലും മഫ്ഊലും എഴുതാൻ വേണ്ടി നമ്മോട് ചോദിക്കും. ഫാഇലും ചോദിക്കും, മഫ്ഊലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഉണ്ട് കണ്ടെത്തി എഴുതാനുള്ള. അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, ഇതിന് മീനിങ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫാഇൽ എന്ന് പറഞ്ഞാൽ ഒരു വെർബ്, ഒരു പ്രവൃത്തി ചെയ്ത ആൾക്കാണ് എന്ത് പറയുക, ഫാഇൽ, കർത്താവ് എന്നൊക്കെ പറയും, സബ്ജക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ അല്ലേ. ഓക്കെ, മഫ്ഊൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യപ്പെട്ട വസ്തു അല്ലെങ്കിൽ ആൾ എന്നൊക്കെയാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് രണ്ടും കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. അപ്പോൾ ഈ സെൻറ്റൻസ് വായിച്ച് നോക്കണം. നമ്മൾ ഈ സെൻറ്റൻസ് മീൻസ് ക്വസ്റ്റ്യനിൽ തന്ന സെൻറ്റൻസ് നമ്മൾ വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമുക്ക് വെർബ് ചെയ്ത ആൾ ആരാണെന്ന് മനസ്സിലാവുമെങ്കിൽ ഇവിടെ എടുത്ത് എഴുതാം. ഓക്കെ, ഇനിയോ ഈ ആ വെർബ് ആരുടെ മേലാണോ ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ എന്തിൻ്റെ മേലാണോ ചെയ്യപ്പെട്ടത് അത് അതും എഴുതാം. ഇനി അതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലായി എപ്പോഴും ഫാഇലിൻ്റെ സിമ്പൽ എപ്പോഴും എന്തായിരിക്കും, ലമ്മായിരിക്കും. നോട്ട് ചെയ്യുക കേട്ടോ. ഫാഇലിൻ്റെ സിമ്പൽ എപ്പോഴും എന്തായിരിക്കും, ലമ്മായിരിക്കും. മഫ്ഊലിൻ്റെ സിമ്പൽ എപ്പോഴും അതിൻ്റെ ഏറ്റവും അവസാനത്തെ അക്ഷരത്തിന് എന്തായിരിക്കും, ഫതഹായിരിക്കും. ക്ലിയർ ആയല്ലോ. ഫാഇലിൻ്റെ എപ്പോഴും അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മായിരിക്കും. മഫ്ഊലിൻ്റെ എപ്പോഴും അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് നോർമലി ഫതഹായിരിക്കും. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മളിപ്പോഴും നോക്കേണ്ടത് ഫസ്റ്റ് മിക്കവാറും വരൽ വെർബായിരിക്കും വരിക. അതിനോട് ചേർന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ വാക്കായിട്ടാണ് ഇത് വരിക, ഫാഇൽ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നജീബുൻ ലമ്മ് വരുന്ന വാക്കുണ്ട്, അതായിരിക്കും ഫാഇൽ. ഇനി അതിൻ്റെ തൊട്ടണ്ട സദീഖൻ, ഇത് മഫ്ഊൽ എന്ത് വന്നു, സദീഖൻ എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഇവിടെ ഫതഹല്ലേ, അപ്പോൾ അതെന്താണ്, മഫ്ഊലാണ്. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ കറക്റ്റാണല്ലോ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുന്നത് തുഹിബ് വെർബാണ്, രണ്ടാമത്തെ നിൽക്കുന്നത് ഫാത്തിമത്തു ലമ്മാണ്, അപ്പോൾ അത് ഫാഇലാണ്. ഖിറാഅത്ത ഫതഹാണ് അല്ലേ, അപ്പോൾ മൂന്നാമത്തെ വാക്കായിരിക്കും. അപ്പോൾ എപ്പോഴും ഫാഇൽ രണ്ടാമത്തെ വാക്കും ലമ്മുമായിരിക്കും, എപ്പോഴും മഫ്ഊൽ മൂന്നാമത്തെ വാക്കും ഫതഹുമായിരിക്കും. ഇനി ആ വാക്ക് അങ്ങോട്ട് മാറിയാൽ എന്ത് ഉറപ്പ് വരുത്തണം, അതിന് മഫ്ഊലിൽ എപ്പോഴും ഫതഹ വരുള്ളൂ, ഇതിന് എപ്പോഴും ലമ്മേ വരുള്ളൂ, അത് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഫഹസ തൊബീബു കണ്ടോ, രണ്ടാമത്തെ വാക്കാണ് തൊബീബു അല്ലേ. ഓക്കെ, പിന്നെ മരീള മഫ്ഊലാണ്. ഓക്കെ, യുസാഇദു അൽ ജാബിറു ലമ്മാണ്. വാലിദഹു ഇത് മൂന്നാമത്തെ വാക്കാണ്, പക്ഷെ എന്ത് വന്നില്ല, പിന്നെ വാലിദ മൂന്നാമത്തെ വാക്കാണ്, വാലിദാണ് വന്നത്. വാലിദുഹു എന്നല്ലോ വാലിദ. അപ്പോൾ വാലിദ് എന്താണ്, മഫ്ഊലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് മഫ്ഊലും ഫാഇലും എന്ത് ചെയ്യുക, തിരിച്ചറിയുക, എഴുതുക. മനസ്സിലാവാത്ത ഗ്രാമർ ഏതാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.